ഇന്ത്യയിലെ അതിസുന്ദരമായ പ്രദേശം, ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ദശാബ്ദങ്ങളായി സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ജമ്മു കാശ്മീർ ജനാധിപത്യത്തിന് വേദിയാവുകയാണ്. അതും 10 വർഷത്തിന് ശേഷം. അതിർത്തി തർക്കങ്ങളും വർഗീയ സംഘർഷങ്ങളും ഭീകരവാദവും ഒക്കെ പൊള്ളിച്ച ജനതയാണ് വിരലിലേക്ക് ജനാധിപത്യത്തിന്റെ മഷി പടർത്താൻ പോകുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ജമ്മു കാശ്മീർ ഇത്തവണ നരേന്ദ്രമോദിക്കൊപ്പം നിലയുറപ്പിക്കുമോ? അമിത്ഷായുടെ വാഗ്ദാനങ്ങൾക്ക് പ്രലോഭനപ്പെടുമോ? നമുക്ക് നോക്കാം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീർ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. 90 നിയമസഭാ സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലായി വോട്ടെടുപ്പ് നടക്കും. പാകിസ്ഥാന്റെ പിന്തുണയോടെ ജമ്മു കാശ്മീരിൽ ക്രമസമാധാനം അട്ടിമറിക്കാനും അക്രമങ്ങൾ നടത്താനും ഭീകരപ്രവർത്തകർ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ്. ഇത് വലിയൊരു പരിധിവരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭീകരപ്രവർത്തനം പൂർണ്ണമായും ശമിച്ചിട്ടില്ല എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലും അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പൊതുവെ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നവരാണ്. അതിനെ എതിർക്കുന്നത് അയൽരാജ്യങ്ങളുടെ പിന്തുണയോടെ ഒളിയുദ്ധം നടത്തുന്ന ഭീകര സംഘടനകൾ മാത്രവുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും ജമ്മു കാശ്മീരിൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ചില ഭീകര സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ട് പോലും ജനങ്ങൾ അത് തള്ളിക്കളയുകയായിരുന്നു. ജനാധിപത്യത്തിന്റെ മടങ്ങിവരവിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നർത്ഥം. 58.46% പോളിംഗ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് കൂടിയാണിത്. മാത്രവുമല്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ വർദ്ധിച്ച പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്നാൽ ഇതിനിടയിൽ അക്രമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഭീകരർ നടത്തുമെന്നതിനാൽ സുരക്ഷാ സേനകൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞിരുന്നു. ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നാലെ സംസ്ഥാന പദവിയും ഇല്ലാതാക്കി. ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിച്ചു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ പ്രത്യേക പദവി എടുത്തുകളഞ്ഞത് ശരിവെക്കുകയാണ് ചെയ്തത്. എന്നാൽ സംസ്ഥാന പദവി തിരികെ നൽകുകയും സെപ്റ്റംബർ 3 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്ന് ഉത്തരവ് വിടുകയുമാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ പിന്തുണയാണ് നൽകുന്നത്. അവിടെ ജനാധിപത്യ സർക്കാർ അധികാരത്തിലേറുന്നതിന് പിന്നാലെ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകാനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകണം. ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്. സ്വയം ഭരണാധികാരമോ പ്രത്യേക അവകാശങ്ങളോ ഇല്ലാത്ത ഒരു സർക്കാർ ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്താൻ കളമൊരുങ്ങി കഴിഞ്ഞു. 10 വർഷത്തിനു ശേഷം ജമ്മു കാശ്മീർ താഴ്വര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സാഹചര്യം വ്യത്യസ്തമാണ്. ഭരണഘടനാ ചട്ടക്കൂടിൽ വന്ന ഈ മാറ്റം തന്നെയാണ് ശ്രദ്ധേയം. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ മുൻനിരയിലുള്ള നാഷണൽ കോൺഫറൻസിനും PDPക്കും ഏറ്റവും നിർണായകമാകുന്നതും ഇതുതന്നെയാണ്. സംസ്ഥാന രൂപീകരണ സമയത്ത് ആരായിരിക്കും ഭരണ നേതൃത്വം വഹിക്കുക എന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നത്. നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും PDP ആണെങ്കിലും പുതിയ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു എന്ന് വേണം കരുതാൻ. അനുച്ഛേദം 370 പൂർണ്ണാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കപ്പെടണമെന്ന ആവശ്യത്തിൽ അവരിപ്പോൾ കടിച്ചു തൂങ്ങുന്നില്ല. മാത്രവുമല്ല, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് വാഗ്ദാനമായി എത്തുന്നതും. എന്നാൽ സംസ്ഥാന പദവി തിരിച്ചു കിട്ടണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ തയ്യാറല്ലെന്ന് അവർ ആവർത്തിക്കുന്നുമുണ്ട്. ഒപ്പം തൊഴിലില്ലായ്മ, ഭൂവുടമസ്ഥതാ പ്രശ്നങ്ങൾ, ഉയർന്ന നികുതി തുടങ്ങി ജനങ്ങളെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ കൂടി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊരു പ്രതീക്ഷ തന്നെയാണ്. സെപ്റ്റംബർ 18 ആരംഭിച്ച് ഒക്ടോബർ 1 അവസാനിക്കുന്ന വിധം 3 ഘട്ടമായാണ് താഴ്വരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ 90 നിയമസഭാ സീറ്റുകളാണ് ജമ്മു കാശ്മീരിനുള്ളത് എന്നോർക്കണം. 43 ജമ്മുവിലും 47 കാശ്മീരിലും. 2014 ജമ്മു കാശ്മീരിൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. 87 സീറ്റുകളിലും 28 നേടി PDP അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. 25 സീറ്റ് നേടിയ BJPയുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 2018 ജൂൺ 19 വരെയേ കൂട്ടുകക്ഷി സർക്കാരിന് ആയുസുണ്ടായിരുന്നുള്ളൂ. BJP പിന്തുണ പിൻവലിച്ചതോടെ മെഹബൂബി മുഫ്തി സർക്കാർ താഴെ വീണു. 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ അനുച്ഛേദം 370 റദ്ദാക്കുകയും ചെയ്തു. അനുച്ഛേദം 370 റദ്ദാക്കിയത് ശരിയായ തീരുമാനമായിരുന്നെന്നും കശ്മീരിനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനായെന്നും തെളിയിക്കുകയാണ് BJPയുടെ മുന്നിലെ പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിൽ നിന്ന് വ്യത്യസ്തമായി ജമ്മുവിനെ മാത്രമല്ല കശ്മീരിനെയും കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് ഇത്തവണ BJP. എന്നാൽ ഓഗസ്റ്റ് 26 ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പിൻവലിക്കേണ്ടി വന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന നേതൃത്വം ഭയക്കുന്നുണ്ട്.
44 പേരടങ്ങിയ പട്ടികയാണ് പുറത്തിറങ്ങിയതിന് പിന്നാലെ BJP പിൻവലിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന, മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത എന്നിവരുടെ പേരുകൾ പുറത്തുവന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നാഷണൽ കോൺഫറൻസിൽ നിന്നടക്കം കൂറുമാറി വന്നവരാണ് പട്ടികയിലുള്ളതെന്ന് പാർട്ടി നേതൃത്വത്തിൽ തന്നെ വിമർശനമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിലോ നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി മേഖലയിൽ പ്രത്യേകിച്ച് ജമ്മുവിൽ സാന്നിധ്യം ശക്തമാക്കാനുള്ള ശ്രമത്തിലുമാണ്. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സീറ്റ് വിഭജന ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. 51 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും 32 എണ്ണത്തിൽ കോൺഗ്രസും മത്സരിക്കുമെന്നാണ് ധാരണ. ജമ്മുവിൽ സഖ്യം ഇരു പാർട്ടികൾക്കും ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തലും. ശക്തരായ BJPയെ നേരിടുക എന്ന ദൗത്യം ഇപ്പോൾ നാഷണൽ കോൺഫറൻസിൽ നിക്ഷിപ്തമാണെന്നാണ് യാഥാർത്ഥ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ 46% വോട്ട് വീതം 2024 എത്തുമ്പോൾ 24.4% കുറഞ്ഞുവെന്ന യാഥാർത്ഥ്യം BJPയെ അസ്വസ്ഥമാക്കുന്നുമുണ്ട്. വോട്ടർമാർക്കിടയിൽ പുകയുന്ന അതൃപ്തി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഒരു മുഴം മുന്നേ എറിഞ്ഞു കഴിഞ്ഞു. മണ്ഡല പുനർനിർണയത്തിലൂടെ പാർട്ടിയുടെ സ്വാധീന മേഖലയിൽ 6 പുതിയ മണ്ഡലങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. കശ്മീരി പണ്ഡിറ്റുകൾക്കും പഹാരി, പണ്ടാരി, പട്ടികവർഗ വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു. 15 ജാതികളെ പുതുതായി പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ജമ്മുവിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം താമസിക്കുന്നവർക്ക് ജോലിയിൽ സംവരണം, പാക് അധീന കശ്മീരിൽ നിന്നുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് പൗരത്വം തുടങ്ങിയ നിർണായക ഇടപെടലുകളും കേന്ദ്രം നടത്തിക്കഴിഞ്ഞു. കശ്മീരിൽ നിയമസഭയിലേക്ക് ഗവർണർക്കു നാമനിർദ്ദേശം ചെയ്യാവുന്ന 5 പേരിൽ ഒരാൾ പാക് അധീന കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികളിൽ നിന്നാകുമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. ഇന്ത്യയെ അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് പാകിസ്ഥാൻ എന്നും ജമ്മു കാശ്മീരിനെ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. അപ്പോഴൊക്കെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പാകിസ്ഥാൻ ഒളിവിൽ കഴിയുന്ന ഭീകര നേതാക്കളാണെന്നും ഇന്ത്യ ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാകട്ടെ ഇന്ത്യ നുണപ്രചരണം നടത്തുകയാണെന്നും. ഒടുവിൽ പാകിസ്ഥാൻ പോലും അറിയാതെ അമേരിക്ക അബോട്ടാബാദിൽ ബിൻ ലാദനെ കൊലപ്പെടുത്തിയപ്പോഴാണ് പാകിസ്ഥാന്റെ പല കള്ളത്തരങ്ങളും ഒറ്റയടിക്ക് പൊളിഞ്ഞു വീഴുന്നത്. ഇന്ത്യ പറഞ്ഞതാണ് സത്യമെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഭീകരരുടെ കുതന്ത്രങ്ങളാവും പാളിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏതു വിധേനയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാവും വരും ദിനങ്ങളിൽ തുനിയുക. എന്നാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ഭീകരവാദത്തിനും ആ ജനാധിപത്യത്തിന്റെ മതിലുകളെ തകർക്കാനാവില്ല എന്നതാണ് സത്യം.